ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഉണക്കലരി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ കിറ്റിൽ ഇതുപോലുള്ള ഈ ഒരു ഉണക്കലരി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഉണക്കലരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 8 മുതൽ 10 ആൾക്കാർക്ക് വരെ സെർവ് ചെയ്യാനുള്ള പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. കഴുകിയെടുത്തതിന് ശേഷം 1 കപ്പ് അരിക്ക് നമുക്കൊരു 2.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം പെട്ടെന്ന് വേവുന്ന കുക്കറാണെങ്കിൽ 2 വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു 3 വിസിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വിസിൽ കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വെന്ത് വരും. ഇനി നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു 6 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് വറുത്ത് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പൊക്കെ ഒന്നങ്ങ് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ടിട്ട് രണ്ടും ഒരുമിച്ച് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സെയിം നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ഗീയുടെ ചുവ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു അരിയിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും കൂടി ചേർന്നിട്ട് നന്നായിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയിലൊക്കെ പാലിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് അരി ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. അത് കറക്റ്റ് മധുരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ പായസം കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തത് കൂടി ചേർത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഒന്നുകൂടി അങ്ങ് തിക്കായിട്ട് വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമായവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.